ജൂലൈ 5-ന് വിനാശകരമായ സുനാമിയുണ്ടാകും എന്ന പ്രവചനം ജപ്പാൻ്റെ ടൂറിസം മേഖലയെ പിടിച്ചു കുലുക്കി. രണ്ടാഴ്ചക്കിടെ 1000-ലേറെ ചെറുഭൂകമ്പങ്ങളും കൂടിയുണ്ടായതോടെ ചില വിമാന കമ്പനികൾ ജപ്പാനിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി. ജപ്പാനിലെ കോമിക് പുസ്തകരചയിതാവ് റിയോ തത്സുഗിയുടെ ഒരൊറ്റ പ്രവചനത്തിൽ ജപ്പാന് നഷ്ടമായത് 30,000 കോടിയിൽ പരമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. കെട്ടിടങ്ങളും വീടുകളുമെല്ലാം ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്നവയാണ്. അങ്ങേയറ്റം സാങ്കേതിക തികവോടെ കാര്യങ്ങളെ കാണുന്ന ജപ്പാൻ പക്ഷേ ഈ പ്രവചനത്തിൽ അടിമുടി പാളി. പ്രവചനത്തിൽ ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും രക്ഷയുണ്ടായില്ല. ജപ്പാനിലെ കിഴക്കൻ മേഖലയെ കുലുക്കിയ ചലനങ്ങൾ കൂടിയെത്തിയോടെ ഭീതി കൂടി. തത്സുഗിയുടെ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിൽ കോവിഡ് വ്യാപനവും 2011-ൽ ജപ്പാനിൽ 20,000 പേരുടെ ജീവനെടുത്ത ഭൂകമ്പവും പ്രവചിച്ചിരുന്നു എന്ന സമൂഹമാധ്യമങ്ങളിൽ കൊടുമ്പിരിക്കൊണ്ടു. ജൂലൈ 5-ന് വൻ സുനാമിയെത്തും എന്ന പ്രവചനം ജപ്പാൻ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ജപ്പാനിലേക്ക് പറക്കാൻ പേടിച്ച് വിമാനങ്ങൾ സർവീസുകൾ റദ്ദാക്കി. ജപ്പാൻ ചെറിപ്പീക്കുകളുടെ പ്രഭയിൽ മുങ്ങുന്ന ഈ ടൂറിസം സീസണിൽ ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കിൽ 90% ഇടിവുണ്ടായി. ശാന്തമായി ഈ ദിവസം കടന്നുപോയാൽ പ്രതിസന്ധി ഒഴിയും എന്ന പ്രതീക്ഷയിലാണ് ജപ്പാൻ സർക്കാർ.